ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയാണല്ലോ. അഷ്ടസൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. അഷ്ടസൗഭാഗ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ശാന്തശീലമുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എളിമയുള്ളവർ എന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ എളിമ നിറഞ്ഞു നിന്നതായി നമുക്ക് കാണാം. സുവിശേഷത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നാം എപ്പോഴും കാണുന്നത് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് ആമേൻ പറയുന്നതാണ്. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും കാലിത്തൊഴുത്തിൽ തൻ്റെ പുത്രന് ജന്മം നൽകേണ്ടി വന്നപ്പോഴും 30 വർഷത്തോളം രഹസ്യജീവിതം നയിക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിലും ദൈവപുത്രന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് ശാന്തമായി എളിമയുള്ളവളായി അവൾ നിന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടാതെ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മയായി വാഴുന്നതും. വചനം പറയുന്നു: ശാന്തശീലമുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. പരിശുദ്ധ അമ്മയുടെ ഈ എളിമ നിറഞ്ഞ ജീവിതം നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രവർത്തനങ്ങളിൽ, പ്രാർത്ഥനകളിൽ, സേവന മേഖലകളിൽ മറ്റുള്ളവരിലേക്ക് ശാന്തത പടർത്താൻ നമുക്ക് പരിശ്രമിക്കാം. മനസ്സിലെ ശാന്തതയാണ് പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നത്. ശാന്തത ഒരു വലിയ പുണ്യമാണ്. ശാന്തമായി ഒന്നിരിക്കാൻ പോലും സാധിക്കാത്ത നാം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ശാന്തത പകരുന്നത്? പരിശുദ്ധ അമ്മ ശാന്തത സ്വന്തമാക്കുന്നത് ദൈവസന്നിധിയിൽ കാത്തിരുന്നു കൊണ്ടാണ്. കാത്തിരുന്ന് ക്രിസ്തുവിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ്. നമുക്കും ഈ ശാന്തത ക്രിസ്തുവിൽ നിന്ന് പഠിക്കാം. കാരണം വചനത്തിൽ പറയുന്നുണ്ട്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അവനിൽ നിന്നാണ് പരിശുദ്ധ അമ്മ പഠിച്ചത്. അവനിൽ നിന്നാണ് നാം പഠിക്കേണ്ടതും. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിൻ്റെ ശാന്തത സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മ ഭൂമിയെയും സ്വർഗത്തെയും സ്വന്തമാക്കിയതുപോലെ സ്വർഗത്തെയും സഹോദരങ്ങളെയും സ്വന്തമാക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.